അസ്സലാമലൈക്കും. ഇന്ന് ഞാനിവിടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു അനാർക്കലി ടോപ്പാണ്. അപ്പോൾ ടോപ്പ് കാണിക്കുന്നില്ല, അതിൻ്റെ നെക്ക് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് എന്നുള്ളത്, ക്യാൻവാസൊന്നും ഇല്ലാതെ നമ്മൾ എങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ മെയിൻ ലൈനിങ്ങും സാറ്റിൻ്റെ മെയിൻ ലൈനിങ്ങും അതുപോലെ നെറ്റും വർക്ക് നെറ്റാണ് കേട്ടോ, അത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ നെക്കിന് ക്യാൻവാസ് ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് നെക്ക് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു വി നെക്കാണ്. ഈ വി നെക്ക് നമുക്ക് സെൻറ്ററിലുള്ള കട്ട് ചെയ്യും. ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതിൽ തെളിഞ്ഞ് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇത് പിങ്ക് ചോക്കായതുകൊണ്ട് വല്ലാതെ തെളിഞ്ഞ് കാണുന്നില്ല, എന്നാലും ഏകദേശമൊക്കെ കാണുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ രണ്ട് ലൈനിങ്ങും മെയിൻ ടോപ്പും നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ സാധാ കോട്ടൺ, അതായത് ഞാൻ എടുത്തിട്ടുള്ളത് അതാണ്. ഇനി നല്ല കോട്ടൺ ആണെങ്കിൽ കട്ടി കൂടുതലൊക്കെ കുഴപ്പമില്ലാത്ത ആൾക്കാർക്ക് നല്ല ലൈനിങ് കൊടുക്കുക. എന്നിട്ട് ഞാനിതാ ഇത് മൂന്ന് സെൻറ്റർ ഉണ്ടാക്കും. ഈ മൂന്നും സെൻറ്ററായിട്ട് ഇങ്ങനെ, ഇതാണ് സെൻറ്റർ എല്ലാത്തിൻ്റെയും. അപ്പോൾ ആ സെൻറ്റർ ഇങ്ങനെ വെച്ചിട്ട് ലൈനിങ് കോട്ടൺ ലൈനിങ് നമ്മൾ ഏറ്റവും മുകളിലാണ് വെച്ചിട്ടുള്ളത്. അത് നമുക്കൊന്നിങ്ങനെ ആ നെക്കിൻ്റെ നെക്ക് വരച്ചതിൻ്റെ മുകളിൽ ഇങ്ങനെ വരച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കാം കേട്ടോ. നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തു. ഇനി അതിൻ്റെ ഒരു 4 ഇഞ്ച് കൊണ്ടുവിട്ടിട്ടാണ് നമ്മളത് കട്ട് ചെയ്ത് വെക്കുന്നത്. ഇത് പറയാം കേട്ടോ. ഇനി ഇവിടെ നമുക്ക് അതിൻ്റെ സ്റ്റിച്ചിൽ തട്ടാതെ ഇവിടെ ഒരു കട്ടിങ് ഓരോ കട്ടിങ് ഇട്ട് വെക്കാം കേട്ടോ. ശേഷം നമ്മൾ ഇതിനെ ഇങ്ങനെ മറിച്ച് വെച്ചിട്ട് ഈ ലൈനിങ്ങുമ്പോൾ മാത്രമായിട്ട് ഈ അറ്റത്ത് ഏറ്റവും സൈഡിലായിട്ട് നമ്മളൊരു സ്റ്റിച്ചിട്ട് വെക്കാം. ഇത് ലൈനിങ് പുറത്തോട്ട് കാണാതെ ഒട്ടും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഇത് വൈറ്റും കൂടിയല്ലേ. ഞാൻ വൈറ്റ് എടുത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മറിച്ച് വെക്കാം. ഇങ്ങനെ മറിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ വൈറ്റ് ഒട്ടും കാണാത്ത രീതിയിൽ ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു 4 ഇഞ്ച് വിട്ടിട്ട് നല്ല ഒരു ഒന്ന് സൃഷ്ടിച്ചിട്ട് കൊടുക്കാൻ മതി. അതായത് 4 ഇഞ്ചിത ഇങ്ങനെ ഇത് സ്റ്റിച്ച് ഇത് നന്നായിട്ട് ഉള്ളിലേക്ക് പോകണം കേട്ടോ.